ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശൂനോയോ നോമ്പിൻ്റെ 9-ാം ദിവസം. ആദ്യ ഹൗവായുടെ അനുസരണക്കേടിലൂടെ പാപം മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ അനുസരണത്തിലൂടെ രക്ഷയുടെ പദ്ധതി ലോകത്തിൽ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് സഭാപാരമ്പര്യം മറിയത്തെ 2-ാം ഹൗവ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹൗവ ദൈവവചനത്തെ നിരസിച്ച് സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങിയപ്പോൾ മറിയം ദൈവഹിതത്തിന് പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു. ഈ വ്യത്യാസമാണ് ഇരുവരുടെയും ജീവിതത്തെ വേർതിരിക്കുന്നത്. ഒരാളുടെ അനുസരണക്കേട് വീഴ്ചയിലേക്ക് നയിച്ചപ്പോൾ മറ്റൊരാളുടെ അനുസരണം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് വഴിയൊരുക്കി. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദാമിലൂടെ വന്ന വീഴ്ചയ്ക്ക് ക്രിസ്തുവിലൂടെ രക്ഷ ലഭിച്ചു. ആ രക്ഷയുടെ രഹസ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിനും അതുല്യമായ സ്ഥാനമുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവഹിതവും സ്വന്തം ഇഷ്ടവും തമ്മിൽ പലപ്പോഴും സംഘർഷമുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവമാതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ഹൃദയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവിടുത്തെ കൃപയുടെ ഉപകരണമാകുന്നു. ഈ നോമ്പിൽ പരിശുദ്ധ ദൈവമാതാവിനെ പോലെ അനുസരണത്തിലും വിശ്വാസത്തിലും വളരാം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ ദൈവഹിതത്തിന് പ്രാധാന്യം നൽകാം. അങ്ങനെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമാകട്ടെ. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.